നമസ്കാരം. സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിന് ഗുണകരമാവോ, സന്ദീപ് വാര്യർക്ക് ഗുണകരമാവോ, അത് രണ്ടുപേർക്കും ദോഷമാവോ എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ചർച്ചയുണ്ടായി. അപ്പോൾ അതിൽ വ്യക്തമായ ഒരു അഭിപ്രായം എല്ലാവരോടും കൂടി, അതായത് നമ്മൾ പൊതുവെ മലയാള സമൂഹത്തോട് ഒന്ന് പറയണം തോന്നിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോടുള്ള ആഭിമുഖ്യവും മറ്റൊന്നുമല്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് കോൺഗ്രസിനും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല, സന്ദീപ് വാര്യർക്ക് അത് ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. അതിന്റെ പ്രധാന കാരണം സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ടതോ കോൺഗ്രസ് സന്ദീപ് വാര്യർ സ്വീകരിച്ചതോ ഒന്നുമല്ല, പാലക്കാട് ഇലക്ഷനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ഒരു വർത്തമാനകാല സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച സംഭവമാണ്. ഒരു 5-8-10 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു സംഭവം. അതിനു മുമ്പ് അതില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുസ്ലിം സമൂഹം ഈ രാജ്യത്ത് രാജ്യദ്രോഹികളാണ്, അവരെല്ലാവരും മോശമാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും കേരളത്തിൽ ആ പങ്ക് വഹിക്കുന്നത് CPM ആണ്. അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ CPM ആണ് അത് പ്രചരിപ്പിച്ച് ജനങ്ങളിൽ മുഴുവൻ അത്തരത്തിലുള്ള വിഷം കുത്തിവെക്കുന്നുണ്ടെങ്കിലും അത് പ്രതിസ്ഥാനത്ത് ചെന്ന് നിൽക്കുന്നത് RSS, BJP, സംഘപരിവാർ കക്ഷികളാണ്. അവരാണ് മുസ്ലിം വിരോധം വെച്ച് പുലർത്തുന്നത് എന്നതിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം വിഭാഗം അങ്ങനെ വിചാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ BJP-യിലും RSS-ലും സംഘപരിവാറിലുമുള്ള ഏറ്റവും താഴെയുള്ള ഈ ലീഡർഷിപ്പിലൊന്നും ഇല്ലാതെ താഴെ നിൽക്കുന്ന സാധാരണ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യം പറയുന്നത് സാധാരണക്കാർ, അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്ത് നമുക്കെതിരാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തന്നെ നമുക്കിവിടെ വേണ്ട എന്ന നിലയിൽ ആ മുസ്ലിങ്ങളെ തച്ച് തകർക്കണം, അവരെ കൊല്ലണം, കൊന്നൊടുക്കണം, നശിപ്പിക്കണം എന്ന രീതിയിൽ മനസ്സിൽ ഒരു വെറുപ്പ് ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് BJP തന്നെയാണ്, അല്ലെങ്കിൽ BJP, RSS, സംഘപരിവാർ ഘടകങ്ങൾ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്ഭവസ്ഥാനം BJP, സംഘപരിവാറും RSS അല്ല, അതിന്റെ നേതൃത്വമല്ല എന്നുള്ളത് ഏറ്റവും രസകരമായ അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ അത്തരത്തിലുള്ള വിദ്വേഷം, എവിടെ അക്രമങ്ങളും മറ്റു കാര്യങ്ങളും, കണ്ണൂർ നടന്നിട്ടുള്ള അക്രമങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ മതി. കണ്ണൂർ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു തലക്കൽ CPM ആണ്. എവിടെയൊക്കെ മാഷാദ ഉപയോഗിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ കാഫിർ വിവാദം വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ അതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കിച്ചിട്ട്, ഇതൊന്നും BJP-യോ RSS-ഓ അല്ല ഉണ്ടാക്കി വെച്ചേ, അതൊക്കെ CPM ആണ്. പക്ഷെ ആത്യന്തികമായി അതിന്റെ റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് BJP ആണ്. അത് വസ്തുതയാണ്. പാണക്കാട് സന്ദീപ് വാര്യർ പോയത് ഒരു വിഭാഗം BJP-കാർക്കും അല്ലെങ്കിൽ BJP അണികൾക്കും മറ്റേ RSS, സംഘപരിവാർ അണികൾക്കും പറ്റിയിട്ടില്ല. അണികൾക്ക് പറ്റാത്തതിന്റെ പ്രധാന കാരണം പാണക്കാട് മോശമായതുകൊണ്ടല്ല. പാണക്കാട് അടക്കമുള്ള മുഴുവൻ മുസ്ലിം പുരോഹിതന്മാരും അതേപോലെ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം വിഭാഗവുമെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് എന്ന രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ അത് മുസ്ലിം വിഭാഗത്തിന്റെ കുഴപ്പം കൊണ്ടോ മുസ്ലിം വിഭാഗത്തിന്റെ തീവ്രവാദം കൊണ്ടല്ല. അവരാരും അങ്ങനെ ചെയ്യുന്നില്ല. എസ്പെഷ്യലി നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ഒരു വിഷയമില്ലാന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഏതൊരു ഹിന്ദുവിനും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമിനും എല്ലാത്തിനും മനസ്സിലാവും. അത് മറ്റു ജില്ലകളിൽ നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയ സമയത്ത് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയതാണ്. അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തേക്കാണ് സ്ഥലം മാറ്റം. ഞാൻ പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് മലപ്പുറത്തേക്ക് ധൈര്യമായിട്ട് പോകാം. മലപ്പുറത്ത് ഈ കേരളത്തിൽ എവിടെയെങ്കിലും മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും മനസ്സമാധാനം നിങ്ങൾക്ക് മലപ്പുറത്ത് കിട്ടും. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, അവിടെ ഉള്ളവര് അധികം ചിന്തിക്കുന്നവരല്ല, പെട്ടെന്ന് വൈകാരികത ഉണ്ടാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി അവർ തോളത്ത് കയറരുത്. അവരോട് സംസാരിച്ചാൽ അവർ തിരുത്തപ്പെടും, എല്ലാം ചെയ്യും. നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഇന്ന് പോലീസിന്റെ ഉന്നത സ്ഥാനത്ത് നിന്ന് വിരമിച്ച അദ്ദേഹം ഈ അടുത്ത സമയത്ത് കണ്ടപ്പോൾ പറഞ്ഞു, സാബു എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾക്ക് ഈ മലപ്പുറത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. മലപ്പുറം ഒക്കെ എന്തോ ബോംബും ഒക്കെ, മോഹൻലാലിന്റെ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് കേട്ടു, ബോംബ് നല്ലതാ, ബോംബാകുമ്പോൾ മലപ്പുറത്ത് വാങ്ങാൻ കിട്ടുമെന്ന്. അതായത് സിനിമയിൽ പോലും മറ്റെല്ലാ മേഖലകളിലും മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിക്കാനും അവരൊക്കെ തീവ്രവാദികളും ഭീകരവാദികളും അവരോട് സ്നേഹിക്കാൻ കൊള്ളാത്തവരും അതുപോലെ അത്തരത്തിലുള്ള മോശം ക്യാരക്ടേഴ്സ് ആണ് മുഴുവനും എന്ന് വ്യാപിപ്പിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ കണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് തന്നെ ഈ വിഭാഗീയത ഉണ്ടാക്കി വെച്ചുകൊണ്ട് ചെയ്യാൻ CPM ആണ് പ്രവർത്തിച്ചുള്ളത്, എവിടെയും കാണാൻ പറ്റും. പക്ഷെ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത് BJP ആണ്. ഇതാണ് അതിന്റെ വസ്തുത. അപ്പോൾ സന്ദീപ് വാര്യർ നേരെ പാണക്കാട് ചെല്ലുമ്പോൾ, പാണക്കാട് എന്ന് പറയുന്നത് ആരോടും ദേഷ്യമില്ലാത്ത, ആർക്കും ദേഷ്യമില്ലാത്ത ഒരു തറവാടാണ്. അത് CPM ആയിക്കോട്ടെ, ആരോഗ്യട്ടെ, ഒന്നും ആയിക്കോട്ടെ. ഇനി പാണക്കാട്ടിന്റെ മണ്ടയിൽ കൂടെ കയറിയേ പറ്റൂ. പാണക്കാട് സന്ദീപ് വാര്യർ ചെന്നത് എന്തോ ഒരു വലിയൊരു മഹാപാപമാണ്, തെറ്റാണെന്ന രീതിയിൽ
കമന്റുകൾ പല വീഡിയോയുടെ താഴെ വരുന്നു. അത് വിദ്വേഷമാണ്, അത് വർഗീയതയാണ്, വിഭാഗീയതയാണ്, വിഷമാണ്. അതായത് അത് BJP-കാരനായാലും സംഘപരിവാരക്കാരനായാലും RSS-കാരനായാലും അത്തരത്തിലുള്ള കുറെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇത്തരത്തിൽ വിഷം കുത്തിവെച്ചത് ആരാണ്? അതാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്, അല്ലാതെ BJP-കാരല്ല. ഞാൻ ഇതുവരെ എൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു BJP-കാരനോ RSS-കാരനോ സംഘപരിവാരക്കാരനോ നിങ്ങൾ പോയി മുസ്ലിങ്ങളെ കൊന്നിട്ട് പോകാന്ന് പറയുന്നത് നേരിട്ട് ഞാൻ കേട്ടില്ല. കേരളത്തിലെ അവസ്ഥ, നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ താഴെ വന്നിട്ട് പൊങ്കാലിടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ വസ്തുതയിലേക്ക് ചെല്ലുമ്പോൾ മറ്റു ചില കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. UP-യിൽ ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം കുട്ടിയെ മറ്റൊരു ഹിന്ദു കുട്ടി അടിച്ചു. അത് അടിക്കാൻ കാരണം ടീച്ചർ ഒരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് പോയി അടിക്കാൻ പറഞ്ഞു എന്നാണ് അന്ന് കഥ പ്രചരിച്ചത്. അത് വലിയ ഒരു വിവാദമാക്കിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം അങ്ങ് പൊങ്കാലയിട്ടു. UP-യിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മുസ്ലിം കുട്ടികൾക്ക് രക്ഷയില്ല. മുസ്ലിം കുട്ടികൾ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടായി കഴിഞ്ഞാൽ അധ്യാപകർ കുട്ടികളെ കൊണ്ട്, ഹിന്ദു കുട്ടികളെ കൊണ്ട് മർദ്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ വിവരക്കേട് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് കേരളം വിട്ടുകഴിഞ്ഞാൽ എല്ലാവരും കേരളത്തിന്റെ അതേ ഒരു വിവരത്തിലാണ് നിൽക്കുന്നതെന്ന് ആരും ചിന്തിക്കരുത്. ഏത് ചാണകം കിട്ടിയാലും ആ ചാണകത്തിൽ ഉരുണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ മാറുമെന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഉള്ളൂ. അത് പശു എന്ന് പറയുന്നത് അവിടെ ഹിന്ദുവിന്റെ മാത്രം വികാരമല്ല, അവിടെയുള്ള മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയും എല്ലാത്തിന്റെയും വികാരമാണ് പശു എന്ന് പറയുന്നത്. ആരും അതിനെ ദ്രോഹിക്കാറില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പശുവിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും തോളത്ത് കയറണമെന്നുണ്ടെങ്കിൽ അത് കയറൊന്നും വേണ്ട, കയറിയെന്ന് പറഞ്ഞാൽ മതി. അത്തരത്തിലുള്ള വിവരം ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഒരു വിഷയം ഉണ്ടായിരിക്കാം, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കാം, എങ്കിലും ചാണകം കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറുമെന്ന് പറഞ്ഞാൽ അവൻ വാരിയും കൂടി കുടിക്കും, അത് ഏവനായാലും കുടിക്കും. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അതിന് കേരളത്തിന്റെ ഒരു കൾച്ചറുമായിട്ടും കേരളത്തിന്റെ ഒരു രീതിയുമായിട്ട് ഒരിക്കലും അളക്കരുത്. അപ്പൊ UP-യിൽ സംഭവിച്ചത് ഒരു അധ്യാപിക, ഇതുപോലൊരു അധ്യാപിക, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയുണ്ട്, വികലാംഗമായിട്ടുള്ള ഒരു അധ്യാപിക. ആ കുട്ടി എന്തോ വിക്രസ് കാണിച്ചപ്പോ എന്നാ നീ എന്നെ അവനെ ഒന്ന് അടിച്ചേക്ക് എന്ന് പറഞ്ഞു. അവനൊരെണ്ണം പഠിപ്പിക്കുകയും ചെയ്തു, അത് വീഡിയോ എടുത്ത് പ്രചരിക്കുകയും ചെയ്തു. യോഗി എന്താ ചെയ്തത്? ആ സ്കൂൾ തന്നെ പോയി പൂട്ടി. അങ്ങനെ കുട്ടികളെ കൊണ്ട് കുട്ടികളെ അടുപ്പിച്ച് കണ്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു സ്ഥാപനം വേണ്ടെന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ട് അവിടുത്തെ കുട്ടികളെ സമീപത്തെ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റി. അദ്ദേഹം ആ നടപടി എടുത്തു, നിയമ നടപടി അവിടെ എടുത്തു. ഏത് സർക്കാരും എവിടെയും, അത് BJP എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമോ ഒന്നുമില്ല, ആ നടപടി എടുക്കുന്നത് കൃത്യമായ ഒരു നടപടി എടുക്കും. പിന്നെ ചില പക്ഷപാതങ്ങൾ കാണിക്കും. ഇപ്പൊ കേരളത്തിൽ കാണിക്കുന്ന പക്ഷപാതം കുറച്ച് കൂടുതലാണ്. കേരളത്തിലെ പോലീസിന്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോ പാർട്ടി പറയുന്ന അനുസരിച്ച് പോകുന്നവരെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ വർഗീയത ഉണ്ടാക്കുന്നത് ഇവിടെ BJP RSS ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. CPM ആണ് അതിന് തുടക്കം കുറിക്കുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രചരിപ്പിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും ഇവിടുത്തെ BJP-യിലെ ഏറ്റവും താഴെക്കടയിലുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പേർ. അവർ ആക്ഷേപിച്ചതല്ല ഞാൻ, അവർക്ക് ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. അവരും ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ പോലെ മറ്റുള്ളവർ പറയുന്നത് പോലെ അങ്ങ് വിശ്വസിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ഇവിടുത്തെ സകല പ്രശ്നങ്ങളും എന്ന് വിശ്വസിക്കുകയാണ്. എന്തിനാണ് ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്? സന്ദീപ് വാര്യർ പാണക്കാട് പോയ എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് കോൺഗ്രസിലേക്ക് വന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. സന്ദീപ് വാര്യർ തീർന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് കോൺഗ്രസിന് എന്താ ഗുണമുള്ളത്? ഒരു ഗുണമില്ല. ഇന്നലെ വരെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് വന്നിട്ട് പുണ്യാളച്ചനാണെന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രവാചക തുല്യനായിട്ട് ഇവിടെ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞിട്ട് വെറുപ്പിന്റെ എന്താ പറയാ കോട്ടയാണെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. വെറുപ്പ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്, പള്ളിക്കൂടമാണെന്ന് പറയുന്നത് കേട്ടു, ഒരു ഹോൾസെയിൽ സെന്റർ ആണെന്ന് പറയുന്നത് കേട്ടു. അതെങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുട്ടി മാറിയപ്പോഴത്തേക്ക് അപ്പനെ മാറ്റുന്ന പോലെ കാര്യങ്ങൾ പറയേണ്ടി വന്നത്? അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു നിലപാട് വേണം. രാഷ്ട്രീയ നേതാവാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പില്ലാതെ തന്നെ അവരെ വിമർശിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഒരുപക്ഷെ ആ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് പോകാം. ഇത് തലേ ദിവസം വരെ തന്തയ്ക്ക് വിളിച്ചിട്ട് പിറ്റേന്ന് അങ്ങോട്ട് കയറി ചെന്ന് പുണ്യാളച്ചൻ എന്ന് പറയാൻ ഇച്ചിരി ഉളുപ്പൊന്നും പോരാ. അതാണ് സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP-യിൽ തന്നെ മര്യാദയ്ക്ക് അവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിന് കെ സുരേന്ദ്രനല്ല ആരെങ്കിലും മറിച്ചിട്ട് കണ്ട് അതിന്റെ മേലെ കയറി നിൽക്കാനുള്ള ഒരു ആർജവം കാണിക്കുകയായിരുന്നു ശരിക്കും സന്ദീപ് വാര്യർ ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ തീർന്നു. നല്ലൊരു വ്യക്തിയായിട്ട് ജനം അംഗീകരിച്ചു. അത് കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും അവർക്ക് അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ BJP-യിൽ നിന്നപ്പോൾ. കാരണം അതൊരു BJP-കാരനാണല്ലോ. ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു RSS-ന്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക നല്ലൊരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. RSS-ന്റെ കെട്ടോ ഇനി അതല്ല ഇനി എല്ലാവരുടെയും സഹോദരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടോ ഏതാണ് കെട്ടെന്നല്ലേ അറിയില്ല. കോൺഗ്രസിൽ വന്നപ്പോൾ ആ കെട്ടൊക്കെ എടുത്ത് കളഞ്ഞു മുഴുവൻ. ഒരൊറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറിമറിയാൻ എന്താണ് മൂപ്പര്? അപ്പോൾ ഇത് അവസരവാദ രാഷ്ട്രീയമാണ്. ഇതിനെയാണ് നമ്മൾ അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ സാധാരണക്കാരെ ജനങ്ങൾ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഉൾക്കൊള്ളൂല. പാലക്കാട്ടത്തെ പോയി ഇലക്ഷനിൽ സന്ദീപ് വാര്യർ അവിടെ വന്നതുകൊണ്ട്
കോൺഗ്രസിലെ കുറച്ച് വോട്ടുകൾ അവിടെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ BJPയിലെ കുറച്ച് വോട്ടുകൾ അവിടെ കൂടുതൽ കിട്ടുമെന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമെന്നോ വിശ്വസിക്കുന്ന മണ്ടത്തരാണ്. അത് കിട്ടൂല. BJPന്റെ വോട്ടൊന്നും കിട്ടില്ല. സത്യത്തിൽ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നത് കോൺഗ്രസിന് ക്ഷീണമാണ്, സന്ദീപ് വാര്യർക്ക് ക്ഷീണമാണ്. എനിക്ക് പറയാനുള്ളത് അതാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അവരോട് ദേഷ്യവും വിദ്വേഷവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വിദ്വേഷമുണ്ട്. ഈ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഒരു മുസ്ലിമും ആരെയും ആക്രമിക്കാനും പോകുന്നില്ല, ആരെയും ശല്യപ്പെടുത്താനും ഒന്നും പോകുന്നില്ല. പക്ഷെ ഒരു പൊതു സംസാരം, പൊതുജന സമൂഹത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇവിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അതുപോലെ BJPക്കും ഒരുപോലെ പങ്കുണ്ട്. എന്തിനാണത്? എന്താണ് അതിന്റെ മെച്ചമുള്ളത്? ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ എന്തിനാണ് ഇങ്ങനെ കളിച്ച് ഒരു വിഭാഗത്തെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ആവശ്യം എന്താ? ഇവിടെ ഇടതുപക്ഷം അത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ BJP ഉണ്ട്. ഉദാഹരണത്തിന് ബാബരി മസ്ജിദ്, അത് കോൺഗ്രസ് നട്ട് നനച്ച് വളർത്തി കൊണ്ടുവന്നു. പക്ഷെ വിളവെടുക്കാൻ നേരം അത് കോൺഗ്രസിലായിരുന്നു, വിളവെടുത്തത് BJP. അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് എല്ലാ കുറ്റങ്ങളും BJPയുടെ മണ്ടയിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു, യാതൊരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ. അത് ഇവിടുത്തെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും BJPയാലും എല്ലാവരും ഈ കാര്യത്തിൽ തുല്യരാണ്. വോട്ട് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ തവണ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ചില പ്രസ്താവനകൾ അറിയാമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ സംസാരിച്ചിട്ടുള്ള ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, സത്യത്തിൽ അദ്ദേഹത്തിന് മുസ്ലിങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ മേഖലയിലെ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി 2 ഡയലോഗ് അടിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ലോകം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് ജനം കാണും, ജനം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനായി മാറും. അത്രേ ഉള്ളൂ. അത് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. കേരളത്തിൽ എന്താ പറയുക, CPM പക്ക ഒരു ഇസ്ലാമിക് വിരുദ്ധ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആ നിലപാട് അവർ എടുക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ഒരു നിഷേധാത്മക നിലപാടെടുത്തിട്ട് പ്രത്യക്ഷമായിട്ട് അത് പറയുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുതലെടുക്കുന്ന BJP അണികൾ എന്ന് പറയുന്നത് നിലവാരമില്ലാത്ത കുറച്ച് അണികൾ, ആ അണികൾ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ആയാലും പാണക്കാട് ശിഹാബ് തങ്ങളുടെ പോസ്റ്റ് താഴെയാലും ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്റെ പോസ്റ്റിനായി കഴിഞ്ഞാൽ ഒരു മുസ്ലിം പേര് കേട്ട് കഴിഞ്ഞാൽ അതിന് താഴെ കൊണ്ടുവന്ന് അവനെ തീവ്രവാദിയാക്കും, ഭീകരവാദിയാക്കും ഇങ്ങനെ മുദ്ര കുത്തിക്കൊണ്ടിരിക്കും. സത്യത്തിൽ അത് വിവരക്കേടാണ്. വിവരക്കേടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിവരക്കേടാണ്. യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത കാട്ടിൽ നിന്ന് ജീവിക്കുന്ന പന്നിയുടെ വില പോലും അത്തരം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. അത് ഏതൊരു വിഭാഗത്തെ മാറ്റി നിർത്തിയാലും, ഇപ്പോൾ ഹിന്ദു വിഭാഗത്തെ അല്ലെങ്കിൽ ദളിതരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മറ്റാരെങ്കിലും ഏതെങ്കിലും വിഭാഗം മാറ്റി നിർത്തിയാൽ ഇതേ നിലപാട് തന്നെയാണ് ഞാൻ എടുക്കുക. ഏതായാലും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ മുസ്ലിം ജനതയെ കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. അത് അപകടമാണ്, അത് കളവാണ് എന്ന് അറിയാത്ത ഒരു സമൂഹം, അതായത് വോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്വാധീനിക്കാൻ വേണ്ടിയിട്ടോ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് ആ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് ശരി, ഇവർ മോശമാണ്, അവരെ തകർക്കേണ്ടവരാണ് എന്ന രീതിയിൽ, അവർ തല്ലി ഒഴിവാക്കേണ്ടതാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അത് സമീപ ഭാവിയിൽ തന്നെ വലിയ ദുരന്തമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്.